നോട്ട് എ റിവ്യൂ എന്ന് പറയുന്നത് ഒരു റിവ്യൂ വീഡിയോ അല്ല, അതൊരു സമ്പൂർണ്ണ വിമർശന ആംഗിളിൽ നോക്കി കാണേണ്ടി വരുന്ന സിനിമകളെക്കുറിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. സോ തീർച്ചയായും ഈ വീഡിയോയിൽ സിനിമയെ സംബന്ധിക്കുന്ന സ്പോയിലർ എലമെൻറ്റുകൾ ഉണ്ടാവും. അപ്പോൾ സ്പോയിലർ ഫ്രീ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ പ്ലീസ് അങ്ങനെയല്ല. പതി പത്നി ഓർ വോദോ എന്ന് പറയുന്ന സിനിമയുടെ വളരെ കോറായിട്ടുള്ള കഥാസന്ദർഭങ്ങളെ വരെ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. ഇതൊരു സ്പോയിലർ അലേർട്ടാണ്. ഹലോ ഹായ് നമസ്കാരം. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നൊരു കാര്യമാണ് ഈ നോട്ട് എ റിവ്യൂ എന്ന് പറയുന്ന സീരീസിന് കിട്ടുന്ന ഒരു സ്വീകാര്യത. കാരണം വെള്ളിയാഴ്ച തിയേറ്ററിൽ റിലീസാവുന്ന ഒരു സിനിമയെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കുറേ നാളുകൾക്ക് മുമ്പ് റിലീസായിട്ടുള്ള, ചിലപ്പോൾ OTT-യിലോ അല്ലെങ്കിൽ അതിനും മുമ്പ്, പക്ഷേ OTT ഒക്കെ വരുന്നതിന് മുമ്പ് റിലീസായി പോയിട്ടുള്ള സിനിമയുടെ ആണെങ്കിൽ നോട്ട് എ റിവ്യൂവിന് നല്ല റീച്ച് കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നൊരു കാര്യമാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് സിനിമയിലെ സീനുകൾ ഉൾപ്പെടുത്താത്തത്? അതൊരു ചെറിയ ഫോട്ടോ ആയിട്ടെങ്കിലും നിങ്ങൾക്ക് ഓരോ സീനിനെയും കുറിച്ച് പറയുമ്പോൾ പ്ലേസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ റോസ്റ്റേഴ്സൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്തൂടെ എന്ന് പറയുന്നൊരു സജഷൻ വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായും ഒരു നല്ല സജഷനാണ്, എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ നിലവിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിലുള്ള പല റോസ്റ്റിംഗ് ചാനലുകളുടെയും മോണറ്റൈസേഷൻ എടുത്ത് കളയാണ്. റോസ്റ്റിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സ്, അത് റീയൂസ്ഡ് കണ്ടൻ്റ് ആണ്. അത് കുറച്ചും കൂടി ഇരുന്ന് അതിൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെ ഫെയർ യൂസ് പറഞ്ഞാലും ഒരുപാട് ഒരു സിനിമയുടെ ഭാഗങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് അവരുടെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിൽ ഒരുപാട് ക്ലെയിമും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നിലവിൽ എനിക്ക് ഈ ചാനൽ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ എന്ന് പറയുന്നൊരു തോന്നലുള്ളതുകൊണ്ട് മറ്റൊരു സിനിമയുടെ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ നമ്മുടെ ചാനലിൽ യൂസ് ചെയ്യേണ്ട എന്നുള്ളതാണ് നിലവിലുള്ള തീരുമാനം. അതുകൊണ്ട് നമ്മൾ സിനിമയിലെ സീനോ പാട്ടുകളോ സൗണ്ടോ ഒന്നും ഈ വീഡിയോയിൽ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മളിവിടെ പ്രധാനമായിട്ടും വിമർശിക്കുന്നത് ആ സിനിമ അത് എടുത്തു വെച്ചിരിക്കുന്ന രീതി, പെർഫോമേഴ്സിൻ്റെ കാര്യമായിരിക്കും, ചിലപ്പോൾ ചില മ്യൂസിക് കയറി വരുന്നതായിരിക്കാം. അതൊക്കെ കൊണ്ട് ആ ടോട്ടൽ കഥ പറച്ചിലിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള അനോയിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് പറ്റുന്ന രീതിയിൽ സർക്കാസ്റ്റിക്കായി പോകുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മളങ്ങനെ സംസാരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുള്ള സിനിമയാണ്. ഈ സിനിമയ്ക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ എനിക്ക് അവസരം കിട്ടുകയാണെങ്കിൽ, നമ്മൾ സാധാരണ ഈ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുക, ഒരു സാധനം വാങ്ങിച്ചിട്ട് അത് ദുരുപയോഗം ചെയ്യുക, ഇങ്ങനെയൊക്കെ പറയുമല്ലോ. അതുപോലെ ഒരുപാട് കഴിവുറ്റ ആർട്ടിസ്റ്റുകളെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണിത്. പതി പത്നി ഓർ വോ ദോ, ഭാര്യയും ഭർത്താവും പിന്നെ 2 പേരും എന്നാണ് സിനിമയുടെ പേരിട്ടിരിക്കുന്നത്. ആയുഷ്മാൻ ഖുറാനയുണ്ട്, വാമിക ഗബ്ബിയുണ്ട്, രഘുൽ പ്രീത് ഉണ്ട്, സാറ അലി ഖാൻ ഉണ്ട്, വിജയ് രാജ് ഉണ്ട്. അങ്ങനെ ഒരു വലിയ താരനിര എന്ന് വെച്ചാൽ വളരെയധികം പൊട്ടൻഷ്യലുള്ള ഒരു ഗംഭീര ക്യാരക്ടർ കൊടുത്ത വേറെ ലെവലിൽ കൊണ്ടുപോകുന്ന ആർട്ടിസ്റ്റുകൾ. ഞാൻ പറയുന്നത് അവർ കോമഡി ചെയ്യരുത് എന്നല്ല. ചില ആൾക്കാരുടെ വിചാരം എന്താ പറയുക, നമ്മളൊരു ആർട്ടിസ്റ്റിനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുമ്പോൾ സീരിയസ് ആയിട്ടുള്ള വേഷം ചെയ്യാനുള്ള കഴിവിനെയാണ് പുകഴ്ത്തുന്നത്. അല്ല, അവർക്ക് കോമഡി ചെയ്യാനും അതിഗംഭീരമായിട്ട് പറ്റും. ആയുഷ്മാനും അത് പറ്റും, ഈ പറയുന്ന ആർട്ടിസ്റ്റുകൾക്കും അത് പറ്റും. പക്ഷേ കോമാളിത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചു എന്നുള്ളത്, അതും ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജഗദീഷ് സിദ്ദിഖ് അല്ലെങ്കിൽ സിദ്ദിഖ് മുകേഷ് ഇങ്ങനെയൊക്കെയുള്ള കുറേ കോമ്പിനേഷനിൽ അടുപ്പിച്ച് സിനിമകൾ ഇറങ്ങിയിരുന്നൊരു സമയമുണ്ട്. ആ സിനിമകളിലൊക്കെ കോമൺ ആയിട്ട് വരുന്നൊരു സാധനം ആരുടെയെങ്കിലും ഒരു തെറ്റിദ്ധാരണയായിരിക്കും. ചിലപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടാവും, അവരുടെ ഒരു സുഹൃത്ത് വരുന്നു, പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഈ ഭാര്യ ഇന്നയാളുടെ ആണെന്നോ അല്ലെങ്കിൽ ഈ ഭർത്താവ് ഇന്നയാളുടെ അങ്ങനെ ഫ്രണ്ടിൻ്റെ ആണെന്നൊക്കെ മാറ്റി പറഞ്ഞു പോകുന്നു. പിന്നീട് ഇവരുടെ റിലേറ്റീവ്സ് വരുന്നു, അങ്ങനെ കൺഫ്യൂഷൻ ആവുന്നു. ഇവരുടെ മുമ്പിൽ അങ്ങനെ പറഞ്ഞാൽ എന്താവുമെന്ന് ആലോചിച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി മറിഞ്ഞൊക്കെ പോയി കുറേ നേരം കോമഡി പോലത്തെ കാര്യങ്ങൾ കാണിച്ചിട്ട് അവസാനമാകുമ്പോൾ എല്ലാ തെറ്റിദ്ധാരണകളും മാറുന്നു, ശുഭം ഒരു പൊട്ടിച്ചിരി. ഈ സെയിം സാധനം 2026 ബോളിവുഡ് പോലൊരു ഇൻഡസ്ട്രിയിൽ ഇത്രയും കഴിവുറ്റ ആർട്ടിസ്റ്റുകളെയും വെച്ച് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ. ബോളിവുഡ് ഇപ്പോൾ ഒരു പ്രത്യേകതരം യാത്രയിലാണ്. ഒരാണും 2 പെണ്ണും, ഒരു പെണ്ണ് പോരാ, ഒരാണും 2 പെണ്ണും, ഒരാണും 3 പെണ്ണും, ഇനി കുറച്ച് കഴിയുമ്പോൾ 4 ആവും 5 ആവും, പിന്നെ ഒരാണും ഒരു ലേഡീസ് കോളേജിലെ മുഴുവൻ കുട്ടികളും എന്ന് പറയുന്ന പോലെ ആ അവസ്ഥയിലേക്ക് ഇവർ കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും കൊടുത്തല്ല നിങ്ങൾ പ്രേക്ഷകരെ പറ്റിക്കേണ്ടത് എന്നാണ് പറയാൻ തോന്നുന്നത്. ഈ സിനിമയുടെ കഥ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ, ഒരു പെണ്ണിനെ കൊലക്കി കൊടുത്ത് രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു പെണ്ണ്, അതേപോലെ തന്നെ മറ്റൊരുപാട് പെണ്ണുങ്ങളെ കൊലക്കി കൊടുത്താലും എനിക്ക് രക്ഷപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന മറ്റൊരു പെണ്ണ്, ഈ 2 പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്നൊരു പുരുഷൻ, ഇതിൻ്റെ ഇടയിൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ് കയറി വരുന്നൊരു പെണ്ണ്. അങ്ങനെ 3 പെണ്ണുങ്ങളും ഒരാണുള്ള ഈ സിനിമയുടെ പേരാണ് പതി പത്നി ഓർ വോദോ. ശരിക്കും ഇത് വോദോ എന്നല്ല, വധം എന്ന അതിൻ്റെ കൂടെ ചേർത്തില്ലേ, പതി ഓർ പത്നി അല്ല, പതി ഓർ പത്നി പിന്നെ വധം എന്നുള്ള ഒരു സിനിമയാണിത്. ഈ സിനിമയിലെ നമ്മുടെ നായകൻ എന്ന് പറയുന്നത് അദ്ദേഹം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുകയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ എന്ന് വെച്ചാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫോണൊക്കെ ചെയ്ത് ഭയങ്കര സംഭവമായിട്ട് അവരൊരു ടാസ്കിന് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു പുലിയെ പിടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. ഈ പുലിയെ പിടിക്കാൻ പറ്റുന്ന ആ മെയിൻ ഉദ്യോഗസ്ഥൻ വരാനുണ്ട്. പുള്ളി വരുമ്പോഴാണല്ലോ സംഭവം വേറെ ലെവലിലേക്ക് ആവുന്നത്. ആ വരുന്ന ഉദ്യോഗസ്ഥൻ്റെ പേരാണ് പ്രജാപതി പാണ്ഡെ. ആയുഷ്മാൻ ഖുറാനയാണ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇദ്ദേഹം പുലിയെ പിടിക്കുന്നത് വളരെ സാഹസികമായിട്ടാണ്. കാരണം പുലി ഉണ്ടെന്ന് ഇവർക്ക് ഉറപ്പുള്ളൊരു സ്ഥലത്ത് ഇവരൊരു ആട്ടിൻകുട്ടിയെ കെട്ടിയിട്ടിരിക്കുകയാണ്. ആട്ടിൻകുട്ടിയെ കഴിക്കാൻ വേണ്ടി അവിടെ വരുന്ന പുലിയെ വലവീശി പിടിക്കുക. സിമ്പിൾ പരിപാടി.
പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രജാപതി പാണ്ഡേക്ക് അതിൻ്റെ ഒരു ക്രെഡിറ്റ് കിട്ടില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പാവ ആട്ടിൻകുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നു. പുലി ഇങ്ങനെ ഓടി വരികയാണ്. ഇപ്പോൾ ആടിനെ പിടിച്ചു എന്ന് പറയുന്ന ഘട്ടത്തിൽ പ്രജാപതി പാണ്ഡെ അതിൻ്റെ ഇടയിൽ കയറും. ഏത് പുലിയുടെയും ആടിൻ്റെയും ഇടയിൽ. അതെങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലത്തെ നിലയിൽ നിന്ന് പുള്ളി ഒരു വലിയ വലയും വലിച്ചുകൊണ്ടാണ് വരുന്നത്. ഈ വലയിൽ തൂങ്ങി വരുന്ന പ്രജാപതി പുലിയെ ഈ വലയ്ക്കകത്ത് കയറ്റും. അപ്പോൾ പുലി ഇങ്ങനെ ഈ വലയുടെ ഇടയിൽ കൂടി അണ്ണാക്കൊക്കെ തള്ളി ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് പ്രജാപതിയെ കടിക്കാൻ നോക്കുമ്പോൾ പ്രജാപതി അതിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കും എന്ന് പറയുന്ന ഒരു സീനിലാണ് പ്രജാപതി പാണ്ഡെയുടെ ഇൻട്രൊഡക്ഷൻ വരുന്നത്. ഇദ്ദേഹം ഈ ആട്ടുംകുട്ടിയെ രക്ഷിക്കുന്നതിൽ എന്ത് രോമാഞ്ചമാണ് കണ്ടെത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം നോൺ വെജ് കഴിക്കില്ല അത്രേ. ഇതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മാതാവ് പറയുന്ന ഒരു ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ അവൻ അവിഹിതം ഉണ്ടാക്കിയതും പോരാ അതും താണജാതിയിൽ നിന്ന് അവിഹിതം ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ വളരെ ജാതീസ്റ്റായിട്ടുള്ള കുറച്ച് കഥാപാത്രങ്ങളെയാണ് നമ്മളിവിടെ കാണുന്നത്. പ്രജാപതി പാണ്ഡേക്ക് ഒരു ഭാര്യയുണ്ട്, അപർണ എന്നാണ് ഈ ഭാര്യയുടെ പേര്. വാമിക ഗബ്ബിയാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഈ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത ഇവരൊരു ജേർണലിസ്റ്റാണ്. ഇവർക്കൊരു സ്വന്തമായിട്ടൊരു ചാനൽ എന്നൊക്കെ പറഞ്ഞ് വലിയ നിലയിലേക്ക് വളരണമെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഫണ്ടർ കിട്ടണമല്ലോ. അപ്പോൾ ഇവരിങ്ങനെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള വളരെ ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവമുള്ള വാർത്തകളൊക്കെ കണ്ടെത്തി അങ്ങനെ മുന്നോട്ട് പോയിട്ട് ഇങ്ങനെ സക്സസ് ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ പ്രജാപതി പാണ്ഡെയുടെയും അപർണയുടെയും ഒരു ഫ്രണ്ടുണ്ട്. ആ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫാമിലി ഫ്രണ്ട്, വളരെ നല്ലൊരു ഫ്രണ്ട്. അതിനകത്ത് വേറെ അവിഹിത പരിപാടികൾ ഒന്നും തന്നെയില്ല. പ്രജാപതി പാണ്ഡെ വർക്ക് ചെയ്യുന്ന അതേ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന നീലോഫർ എന്ന് പറയുന്ന പെൺകുട്ടി, അതൊരു മുസ്ലിം പെൺകുട്ടിയാണ്. ആ കഥാപാത്രത്തിനെ രഘുൽ പ്രീതാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അപർണയും നീലോഫറും പ്രജാപതിയും കൂടി ചേർന്നിട്ട് ഇവരുടെ ഒരു റിലേറ്റീവിൻ്റെ അനിയത്തിയോ അങ്ങനെ എന്തോ ആണ്, റിലേറ്റീവിൻ്റെ കല്യാണത്തിന് പോകുന്നു. അവിടെ വെച്ചിട്ട് ഇവരുടെ ഒരു ഡാൻസും പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ വളരെ സന്തുഷ്ടമായി മുന്നോട്ട് പോകുന്ന, ഇടയ്ക്ക് കുറച്ച് തള്ളും, പിന്നെ അതിൻ്റെ ഇടയിൽ ഓവർ ആക്ടിങ്ങിൻ്റെ പരകോടിയൊക്കെ ഇട്ട് സിനിമ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേക്കും ഇതൊന്നും പോരെ, നമുക്ക് പുതിയൊരാളെ വേണമെന്ന് പറഞ്ഞിട്ട് സാറ അലി ഖാൻ അവതരിക്കുകയാണ്. അവരുടെ ഈ സിനിമയിലെ പേരാണ് ചഞ്ചൽ. ചഞ്ചൽ പ്രജാപതിയെ കാണാൻ വന്നിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ചഞ്ചലിനൊരു പ്രേമമുണ്ട്. സണ്ണി എന്നാണ് ആ പ്രേമിക്കുന്നവൻ്റെ പേര്. ഈ സണ്ണിക്കൊരു അച്ഛനുണ്ട്, സണ്ണിക്കൊരച്ഛനല്ലേ ഉണ്ടാവുള്ളൂ. ഗജരാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ ഗജരാജ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മന്ത്രിയാണ്. നോർത്ത് ഇന്ത്യയിലെ ഒരു മന്ത്രി എന്നൊക്കെ പറയുമ്പോഴേക്കും അയാൾക്ക് ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണല്ലോ. കൊലയും ഒന്നും ഒരു കുഴപ്പമില്ലാത്ത തറവാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മന്ത്രി. അപ്പോൾ ഈ മന്ത്രിയുടെ മകനാണ് സണ്ണി. സണ്ണിയെ പ്രേമിക്കുകയാണ് ചഞ്ചൽ. ചഞ്ചലും സണ്ണിയും കൂടി ഇങ്ങനെ ഒളിച്ചോടി പോകണം അല്ലെങ്കിൽ കല്യാണം കഴിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്ന സമയത്ത് ഗജരാജ് ഇതറിഞ്ഞു. എൻ്റെ മകനൊരു താണജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയോ, അവന് ഞാൻ മറ്റു പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നോ ആ പെൺകുട്ടിയെ എനിക്ക് തട്ടിക്കളയണം എന്ന് ഗജരാജ് തീരുമാനിക്കുന്നു. അങ്ങനെ ഗജരാജ് സണ്ണിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ തട്ടിക്കൊണ്ടുപോവാണ്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ചെക്കൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ച് ചോദിച്ചാൽ മതി, പക്ഷേ അയാൾ ചോദിക്കില്ല. ഈ പറയുന്ന നാട്ടിലുള്ള പെൺകുട്ടികളൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇത് മനസ്സിലാക്കിയ ചഞ്ചൽ അവിടെ നിന്ന് മുങ്ങി നേരെ നമ്മുടെ പ്രജാപതിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്തിനാണ് പ്രജാപതിയുടെ അടുത്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ വനം വകുപ്പല്ലേ, പോലീസൊന്നുമല്ലല്ലോ. സംഭവം വളരെ സിമ്പിളാണ്. ചഞ്ചലിനെ ഫോളോ ചെയ്യാൻ വേണ്ടി ഗജരാജിൻ്റെ ഗുണ്ടകൾ നടപ്പുണ്ട്. ചഞ്ചൽ ഈ സണ്ണിയുടെ കാമുകിയാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് രണ്ട് ബുദ്ധിയില്ലാത്ത ഗുണ്ടകളുടെ ജോലി. ഇവരിങ്ങനെ ചഞ്ചലിനെ ഫോളോ ചെയ്തപ്പോൾ ചഞ്ചലിന് ഭയങ്കര പേടി. സണ്ണിയും ചഞ്ചലുമായിട്ട് ഈ കത്തെഴുതിയാണ് വിവരങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മുറുക്കാൻകടയിൽ ഈ സണ്ണി കൊണ്ടുപോയി കത്ത് കൊടുക്കും. ചഞ്ചൽ ആ കത്ത് വായിച്ചിട്ട് അവിടെ തന്നെ അതിന് റിപ്ലൈ കൊടുക്കുന്നു. ഇവരത് അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുന്നു. ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഈ ചഞ്ചലിന് സണ്ണിയോടൊപ്പം കാനഡയിലേക്ക് ഒളിച്ചോടാനൊരു അവസരം വന്നിട്ടുണ്ട്. രണ്ടുപേരും അതിന് ഡേറ്റ് കാത്തിരിക്കുകയാണ്. പക്ഷേ ആ ദിവസം വരെ ചഞ്ചൽ സേഫായിട്ടിരിക്കണമല്ലോ. എന്തായാലും ഗജരാജ് ഒരുപാട് റിസർച്ചൊക്കെ നടത്തി 3 പെൺകുട്ടികളിൽ ഒരാളായിരിക്കും ഇവൻ്റെ കാമുകി എന്ന് പറയുന്നൊരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ 3 പെൺകുട്ടികളെയും ഫോളോ ചെയ്യാൻ വേണ്ടി ഗുണ്ടകൾ വിട്ടു. ചഞ്ചൽ കണ്ടെത്തിയിരിക്കുന്ന ഒരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരു ലവർ ഉണ്ട് എന്ന് ഈ ഗുണ്ടകളെ ഒന്ന് ധരിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടും. ബാക്കി 2 പെൺകുട്ടികളെ അയാൾ കൊണ്ടുപോയി തല്ലിക്കൊല്ലുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നൊരവസ്ഥയിലാണ്. അപ്പം പ്രജാപതി കാമുകനായിട്ടൊന്ന് അഭിനയിക്കണം. ഇത് പറയാനാണ് ചഞ്ചൽ ഈ പ്രജാപതിയെ കാണാൻ ചെല്ലുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഈ ഗജരാജ് എന്ന് പറയുന്ന മന്ത്രി സ്വന്തം മകൻ്റെ കാമുകിയുടെ വിവരം തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഒരു ഓൺലൈൻ മാഗസിനിൽ വന്നിരിക്കുകയാണ്. അതായത് പ്രജാപതിയുടെ മകൻ്റെ കാമുകി ആരാണെന്ന് അറിയാമോ? പർദ്ദയൊക്കെ ഇട്ടിട്ടാണ് ചഞ്ചൽ സണ്ണിയോടൊപ്പം പോയിട്ടുള്ളത്. പാവ ചഞ്ചലിന് വേണമെങ്കിൽ സംശയിക്കായിരുന്നു. കാര്യം സണ്ണിയുടെ കൂടെയുള്ള പെൺകുട്ടി പർദ്ദയാണ്. ഈ പർദ്ദ ഇട്ട് നടത്തിക്കുക എന്ന് പറയുന്നത് ഇവൻ്റെ സ്ഥിരം പരിപാടിയാണെങ്കിൽ അത് തന്നെയാണോ എടുത്തു വെച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ വേണമെങ്കിൽ സംശയിക്കാമല്ലോ. പക്ഷേ ഈ ചഞ്ചൽ ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ള ചഞ്ചലായതുകൊണ്ട് അങ്ങനത്തെ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ മാഗസിനിൽ വന്നിട്ടുള്ള ഫോട്ടോ ഇല്ലേ, ഇതാരെ എടുത്തേക്കണമെന്നറിയോ? നമ്മുടെ പ്രജാപതി സാറിൻ്റെ ഭാര്യ അപർണ. മാത്രമല്ല അപർണയുടെ ഈ ഒരു വർക്ക് കണ്ട് ഇംപ്രസ്ഡ് ആയിട്ട് ഗജരാജ് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അപർണയെ തന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ ഈ പെൺകുട്ടി ആരാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരം എനിക്ക് തരികയാണെങ്കിൽ നിൻ്റെ ചാനലിൻ്റെ ഫണ്ടിങ്ങിൻ്റെ കാര്യം നീ ടെൻഷൻ ആവണ്ട, ഫുള്ള് ഞാൻ ഏറ്റു എന്നുള്ള കാര്യമാണ്. ഈ ഓഫർ കേട്ട് കണ്ണ് മഞ്ഞളിച്ച് അളിഞ്ഞു പോയ നമ്മുടെ വാമിക ഗബ്ബി അവതരിപ്പിക്കുന്ന അപർണ എന്ന് പറയുന്ന കഥാപാത്രം ഇത് ഭർത്താവിനോട് പറയാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് ചഞ്ചൽ
പ്രജാപതിയെ കണ്ട് ഈ കാര്യം അവതരിപ്പിക്കുന്നത്. അപ്പോൾ പ്രജാപതി പറഞ്ഞു, ഞാനൊരു ഭാര്യയൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കല്ലേ, ഞാൻ എങ്ങനെ നിൻ്റെ ഭർത്താവായിട്ട് അല്ലെങ്കിൽ കാമുകനായിട്ടൊക്കെ അഭിനയിക്കും, അതൊക്കെ ഭയങ്കര മോശമല്ലേ, എൻ്റെ ഇമേജ് തകരില്ലേ എന്നൊക്കെ പറയുമ്പോൾ ചഞ്ചൽ കൈ കയറി പിടിച്ച് പ്ലീസ് എന്നെ സഹായിക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഞാൻ നിന്നെ സഹായിക്കാം, മാത്രമല്ല എൻ്റെ ഭാര്യയോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ നിൽക്കും, എന്നെ അവൾക്ക് ഒരു സംശയവുമില്ല എന്നൊക്കെ പറഞ്ഞ് ഞെളിപിരി കൊണ്ടിട്ട് ഇദ്ദേഹം നേരെ വൈകുന്നേരം ആവാൻ കാത്തിരിക്കും. ഭാര്യയ്ക്ക് വേണ്ടി ഒരുപാട് സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട് ഭാര്യയോട് ഈ വിവരം പറയാൻ പോകുമ്പോഴാണ് അപർണ വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ സസ്പെൻസ് എന്താണെന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഈ കാമുകിയെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ ഉദ്ദേശം, അത് ഞാൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചിരിക്കുമെന്ന് പറയുമ്പോൾ പ്രജാപതിയുടെ നെഞ്ചിൽ അമിട്ട് പൊട്ടിയ പോലത്തെ ഒരു അനുഭവം ഉണ്ടാകും. കാരണം സ്വന്തം കൂട്ടുകാരിയാണല്ലോ. അപ്പോൾ ഈ ഭാര്യ എന്ന് പറയുന്നത് ഇവൾ ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഇവളുടെ വലിയ ഡ്രീമാണത്. അപ്പോൾ അവൾ എന്തായാലും ചഞ്ചലിൻ്റെ കാര്യം പറഞ്ഞാൽ അത് ഓടിച്ചെന്ന് മറ്റേ ഗജരാജനോട് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ഇതിപ്പോൾ തൽക്കാലം ഇവളോട് പറയണ്ട എന്ന് പ്രജാപതി തീരുമാനിക്കും. പക്ഷേ പ്രജാപതി ഒരു പെൺകുട്ടിയുമായി മീറ്റിംഗ് നടത്തി എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ നിലൂഫർ അറിയുന്നുണ്ട്. അതിനെക്കുറിച്ച് പ്രജാപതിയോട് ചോദിക്കുന്നുണ്ട്. ഈ കടുകുമണിക്ക് ഉള്ള കാര്യം ആ പെണ്ണിനോടെങ്കിലും തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ബബു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എക്സ്പ്രഷൻ ഇട്ടിട്ട് ഇയാൾ എന്തോ മറക്കുന്നത് പോലെ ഈ പെൺകുട്ടിയുടെ അടുത്തും അഭിനയിക്കും. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ പൊതുവേ സംശയജീവികളാണല്ലോ, അവരിങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നടക്കും എന്ന് പറയുന്ന ആ ഒരു ടിപ്പിക്കൽ സാധനത്തിനെ വീണ്ടും ഇവിടെ ഇങ്ങനെ കോമഡി ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നീലോഫർ അന്വേഷിക്കുന്നത് എന്താ കാര്യം എന്നുള്ളത്. ഇതിനിടയിൽ ജോലിയുടെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് ഭാര്യയോട് സത്യസന്ധമായ കാര്യം പറയാതെ ഇയാൾ ചഞ്ചലിനോടൊപ്പം കാമുകനായി അഭിനയിക്കാൻ വേണ്ടി പോവുകയാണ് ബനാറസിലേക്ക്. നല്ല സ്ഥലമാണ്. അവിടെ വെച്ച് ഗുണ്ടകൾ വരുന്നു. ഗുണ്ടകളുടെ മുമ്പിൽ ഇദ്ദേഹമാണ് എൻ്റെ കാമുകൻ എന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചഞ്ചൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രജാപതിയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും, പ്രജാപതിയെ കൊണ്ട് ഉമ്മ വെപ്പിക്കും, പ്രജാപതി എവിടെയെങ്കിലും ഇരിക്കും പ്രജാപതിയുടെ മടി കയറിയിരിക്കും. ഇതിനിടയ്ക്ക് ചഞ്ചലിൻ്റെ അമ്മായി വരും, അവളുടെ അച്ഛൻ്റെ പെങ്ങളാണ്. പുള്ളിക്കാരി ഇങ്ങനെ വന്ന ഉടനെ തന്നെ ഒരുപാട് വർത്തമാനം പറയും. അപ്പോൾ ഇതാണ് എൻ്റെ മരുമകനാകാൻ പോകുന്ന ആളെന്നുള്ളൊരു തിരിച്ചറിവിൽ അവർ ആനന്ദ തുന്തിലാവുകയും പിന്നെ അവരുടെ കുറേ കോമഡി സീക്വൻസുകളും നമ്മൾ കാണുന്നുണ്ട്. ഇതിനിടയിൽ ഈ ഗുണ്ടകൾ അവരിങ്ങനെ കൺഫ്യൂസ്ഡ് ആവും. കാര്യം ഈ പെണ്ണ് നമ്മുടെ സണ്ണി സാറിൻ്റെ ആവേണ്ടതാണല്ലോ, പക്ഷേ ഇത് ഏതാണ് ഇവൻ? അപ്പോൾ ഇതൊന്ന് കൺഫേം ചെയ്യണമല്ലോ. ഇപ്പോൾ ഒറ്റ പ്രാവശ്യം മടി കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കാമുകനാണെന്ന് പറഞ്ഞ് വിട്ടിട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവന്മാർ ഇവരെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 വട്ടം 2 വട്ടം 3 വട്ടം എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഭാര്യയോട് നുണ പറഞ്ഞ് ബനാറസിൽ വന്ന് ഇവളുടെ കാമുകനായി അഭിനയിക്കുകയാണ്. ഇതിനിടയിൽ ഒരു പോലീസുകാരനുണ്ട്. ഈ പോലീസുകാരൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സദാചാര പോലീസൊക്കെ മാറി നിൽക്കുന്ന സദാചാരമാണ് പുള്ളി ഇറക്കുന്നത്. പക്ഷേ പുള്ളിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആരെങ്കിലും കാമുകന്മാർ ഉമ്മ വെക്കുന്നത് കണ്ടാലോ ഒരുമിച്ചിരിക്കുന്നത് കണ്ടാലോ ഒക്കെ അവരെ ചെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് കൈക്കൂലി വാങ്ങിച്ചിട്ട് മക്കളെ പൊക്കോന്ന് പറയാന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ആ പോലീസുകാരൻ അവിടെ നിൽക്കട്ടെ. നമ്മുടെ അപർണ ഇവർ ജോലിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരു തവണ ബനാറസിലേക്ക് വരേണ്ടി വരുന്നു. ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ പ്രജാപതിയും ബനാറസിലേക്ക് വരുന്നത്. പക്ഷേ ഇയാൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ റോഡിൽ എവിടെയോ വെച്ച് പ്രജാപതിയെ പോലെ ഒരാളെ കണ്ടല്ലോ എന്നുള്ളൊരു സംശയത്തിൻ്റെ പുറത്ത് അപർണ ഒരു വണ്ടിയെ ഫോളോ ചെയ്തൊക്കെ ചെല്ലുന്ന സമയത്ത് ഇത് പുള്ളി തന്നെയായിരുന്നു, പക്ഷേ ഇത് ഞാനല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഒഴിഞ്ഞു മാറുന്നുണ്ട്. അങ്ങനെ ആ വിഷയം മാറുന്നു. പക്ഷേ അവിടെ സംഭവിച്ചൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രജാപതിയും കാമുകയായി അഭിനയിക്കുന്നു എന്ന് പറഞ്ഞ് കാമുകിയേക്കാൾ ആത്മാർത്ഥത കാണിക്കുന്ന ചഞ്ചലും കൂടി ഗുണ്ടകളുടെ കയ്യിൽ നിന്നും അതുപോലെ പാർക്കിൽ സദാചാര പോലീസ് കളിക്കാൻ വന്ന പോലീസുകാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കും. ഓടി അവർ കാറിൽ കയറിയിട്ട് അങ്ങനെ പോവുകയാണ്. ഈ കാറിൽ പോകുന്ന വഴിക്കാണ് പ്രജാപതിയുടെ ഭാര്യ പ്രജാപതിയെ കണ്ടോ എന്നൊരു സംശയം തോന്നി ഈ വണ്ടിയെ ഫോളോ ചെയ്യാൻ വേണ്ടി വരുന്നത്. അങ്ങനെ 3 പേര് സ്വന്തം വണ്ടിയുടെ പുറകിലുണ്ടെന്ന് മനസ്സിലാക്കിയ ചഞ്ചൽ വീണ്ടും ബുദ്ധിപരമായ ഒരു തീരുമാനം എടുക്കുന്നു. അവരങ്ങനെ പോകുന്ന വഴിക്ക് മോയോ റൂംസിൻ്റെ ഒരു ബോർഡ് കാണുന്നു. ആ ഹോട്ടലിലേക്ക് കയറുന്നു. അപ്പം ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത്. ആ ഹോട്ടലിലാണെന്നുണ്ടെങ്കിൽ ആരും പുറത്തൊന്നും ഇരിക്കില്ല. ഈ മറ്റേ റിസപ്ഷനിലിരിക്കുന്ന ആൾ പോലും താഴെ ഇരിക്കുന്നു. ആ മുറിക്കകത്ത് കയറിയിട്ട് അവരൊരു ടവലെടുത്ത് മണക്കുന്ന സമയത്ത് വേറൊരു മണമൊക്കെ അടിച്ചിട്ട് അങ്ങനത്തെ കുറേ എക്സ്പ്രഷൻ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ചഞ്ചലിൻ്റെ ബുദ്ധിപരമായ നീക്കം കൊണ്ട് അവർ നേരെ മോയോ റൂംസിലേക്കാണ് ചെന്ന് കയറിയിട്ടുള്ളത്. അത് വാലന്റൈൻസ് ഡേ എന്തോ ആണ്. അന്നേ ദിവസം എന്തായാലും പോലീസുകാർക്ക് അവിടെ റെയ്ഡ് ചെയ്യണ്ടേ. പോലീസുകാരും അങ്ങോട്ട് വരുന്നു. അവരും ഇതിനകത്ത് കയറി റെയ്ഡ് ചെയ്തിട്ട് ചഞ്ചലിനെയും പ്രജാപതിനെയും കൂടി അറസ്റ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. അങ്ങനെ ചഞ്ചലിനെയും പ്രജാപതിനെയും ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നിങ്ങളെ മര്യാദയിലേക്ക് വിടാൻ പറ്റില്ല, ഒരു 10,000 രൂപ ക്യാഷായിട്ട് തരേണ്ടി വരുമെന്ന് പറയുമ്പോൾ പ്രജാപതിയുടെ മുമ്പിൽ വേറെ മാർഗ്ഗമൊന്നുമില്ലാതെ തൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള നീലോഫറിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നു. ഈ നീലോഫർ ആണെങ്കിൽ ഒരു കല്യാണ പാർട്ടിക്ക് പോകാൻ വേണ്ടി പാർട്ടി വെയർ ഇട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിൽ വരുന്നു, പൈസ കൊടുക്കുന്നു, ഇറങ്ങി വരുന്നു. അപ്പോൾ ഈ പെണ്ണിനെ ഒന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രജാപതി ആ പെണ്ണിനെ ഫോളോ ചെയ്യുന്നു. അവൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി ഒരു പണി നടക്കുന്ന ബിൽഡിങ്ങിൻ്റെ പാർക്കിങ്ങിൽ നിർത്തിയിട്ട് ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് ഓടിക്കയറി പോവാണ്. എന്താ കാര്യം എന്നറിയോ? ബനാറസിൽ ഫോണിന് റേഞ്ചില്ല. ഈ വണ്ടിക്കകത്ത് എവിടെ ഏത് ജില്ലയിൽ സംസ്ഥാനത്ത് എവിടെ പോയി കഴിഞ്ഞാൽ റേഞ്ചില്ല എന്നുള്ളതുകൊണ്ട് ഒരു 10-21ാമത്തെ നിലയിൽ പോയാൽ റേഞ്ച് കിട്ടുമെന്ന് പറഞ്ഞ് പണി നടക്കുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് ഈ പാർട്ടി വെയർ മറ്റേ ബ്ലാക്ക് സാരിയൊക്കെയാണ് ബോളിവുഡിൻ്റെ ഒരു വളരെ ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂമാണല്ലോ അത്. അപ്പോൾ അത് ഇട്ടിട്ട് ഈ പെൺകുട്ടി ഓടിക്കയറുന്നു. ഇതിനിടയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം വഴിപിരിഞ്ഞു പോയ
ചഞ്ചലിനെ പ്രജാപതിയുടെ ഭാര്യ അപർണ കാണുന്നു. ചഞ്ചലാണെങ്കിൽ ഓടടാ ഓട്ടം ഓടി അങ്ങോട്ടാ പോകണമെന്നറിയോ, മറ്റ് 21 നിലയിലുള്ള ഫ്ലാറ്റില്ലേ, അങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ 21ാമത്തെ നിലയിലേക്ക് ഈ ചഞ്ചലും ഓടി കയറുന്നു. ചഞ്ചലിൻ്റെ പുറകെ അപർണയും ഓടി കയറുന്നു. പക്ഷെ ഇതൊന്നും അറിയാതെ മോളിത്തെ നിലയിൽ ഞാൻ നിന്നോട് സത്യം പറയാം, നീ കാര്യം മനസ്സിലാക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായിട്ട് അവസാനം നീലൂഫറിൻ്റെ പാർട്ടി വേറെ അഴിഞ്ഞുപോയി. അങ്ങോട്ടേക്ക് ചഞ്ചൽ ഓടി കയറി വരികയാണ്. നീ അറിഞ്ഞോ, നിന്റെ ഭാര്യ ഇതാ തൊട്ട് താഴത്തെ നിലയിൽ നിൽക്കുന്നു, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോ. ഇത് കേൾക്കുമ്പോൾ ഭാര്യ അറിയാതിരിക്കാൻ വേണ്ടി ആ നീലൂഫറിനെയും വിളിച്ചിട്ട്, ഇത് സാരി അഴിഞ്ഞു പോയ നീലൂഫറിനെയും വിളിച്ചിട്ട് താഴേക്ക് പോകാനുള്ള ലിഫ്റ്റിലേക്ക് നമ്മുടെ പ്രജാപതി വന്ന് കയറും. അപ്പോൾ പെട്ടെന്ന് കാല് തന്നെ നീലൂഫർ വീഴാൻ പോകുമ്പോൾ പ്രജാപതി ഇതിങ്ങനെ പിടിക്കും, മറ്റേ ടാരാരാ ടാരാരാ മ്യൂസിക് ഇട്ടിട്ട് പിടിക്കും. ആ ലിഫ്റ്റ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോണ്ടല്ലോ കറക്റ്റ് ഈ അപർണയുടെ മുമ്പിൽ കൂടി ആ ലിഫ്റ്റ് സ്ലോ മോഷനിൽ ഇറങ്ങാം. പക്ഷേ അപർണ ഇത് കണ്ടു എന്നുള്ളത് ഈ 2 വ്യക്തികളും അറിഞ്ഞിട്ടില്ല. കാരണം അവർ വീഴാൻ പോകുന്ന എക്സ്പ്രഷനിലും പിടിക്കാൻ പോകുന്ന എക്സ്പ്രഷനിലായിരുന്നല്ലോ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവർ തിരിച്ച് നാട്ടിലെത്തി. അപർണ ഭർത്താവിനോടും ഒന്നും പറയുന്നില്ല, ഭർത്താവ് ഭാര്യയോടും ഒന്നും പറയുന്നില്ല, ആർക്കും ഒന്നും അറിയില്ല. പക്ഷേ അപർണയ്ക്ക് ഒരു കാര്യം ഉറപ്പായി, തൻ്റെ ഭർത്താവും തൻ്റെ സുഹൃത്തായ നീലോഫറും തമ്മിൽ അവിഹിതമായ ഒരു ബന്ധമുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഭാഗമായി തൻ്റെ ഭർത്താവിനെയും നീലോഫറിനെയൊക്കെ അവർ ഫോളോ ചെയ്യുന്നു, ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്നു. ഇതിനിടയ്ക്ക് സ്വന്തം അമ്മയോട് ഈ വിഷയം പോയി സംസാരിക്കുന്ന സമയത്ത് നീ അവൻ്റെ വീട്ടിൽ തന്നെ താമസിക്കണം, അവിടെ നിന്നുകൊണ്ട് അവൻ്റെ മനസമാധാനം കളയണം എന്ന് പറയുന്ന പോലത്തെ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതിനിടയിൽ നമ്മൾ പരാമർശിച്ച് പോകേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ഹോമോഫോബിക് ആയിട്ടുള്ള കുറേ തമാശ എന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കുത്തിക്കയറ്റാനുള്ള ശ്രമങ്ങളുണ്ട്. ഈ പ്രജാപതിയുടെ ഓഫീസ് സ്റ്റാഫായിട്ട് നിൽക്കുന്ന ഒരാൾ പുള്ളിയുടെ എക്സ്പ്രഷനിൽ ആ ഒരു വളരെ കോമഡി ആയിട്ട് കോമിക് ക്യാരക്ടറിനെ പോലെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവിടെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ ഹോമോസെക്ഷൽ ആണ് താൻ എന്ന് സൂചിപ്പിക്കത്തക്ക രീതിയിലൊരു സീക്വൻസ് വരുന്ന സമയത്ത് പ്രജാപതിയും ഭയങ്കരമായിട്ട് മറ്റേ സ്ത്രൈണഭാവമായിട്ട് ചോടുന എന്നൊക്കെ പറയുന്ന പോലത്തെ എക്സ്പ്രഷൻ ഇടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ കോമഡിയാണെന്ന് നമ്മൾ വിശ്വസിക്കണം. എന്നിട്ട് ഇതിൻ്റെ അവസാനം എന്താണെന്നറിയോ, ഈ വില്ലൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയും നിങ്ങളെപ്പോലെ ഹോമോഫോബിക് ആയിട്ടുള്ള ജാതി വരെയുള്ള ആളുകൾ എന്നൊക്കെ. ഇതൊക്കെ ഇവൻ്റെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പഞ്ച് ഡയലോഗിന് ഒരു കുറവില്ല. ഇതിനിടയിൽ സംഭവിക്കുന്ന ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ സണ്ണി എന്ന് പറയുന്നവന് ഈ കാമുകി ചഞ്ചലിൻ്റെ പുറത്ത് ഒരു സംശയം വരും. കാര്യം ഈ ഗുണ്ടകളെല്ലാവരും ചഞ്ചൽ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് ഫോട്ടോ എടുത്ത് അപ്പനെ കൊണ്ട് കാണിക്കുന്നുണ്ട്, ഗജരാജമുത്ത്. അപ്പോൾ ഇദ്ദേഹം ഈ ഫോട്ടോസ് കാണുന്ന സമയത്ത് സണ്ണിയും ഈ ഫോട്ടോ കാണുന്നു. ഈ ചഞ്ചൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് പ്രജാപതി എന്നെ സഹായിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ വിവരങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നെ പറയാമെന്ന്. എന്നാൽ ഈ കൊച്ചിന് ഇത്രയും കഥയും കണവണയും പിന്നെ എന്തുണ്ടെന്നൊക്കെ പറയുന്ന പോലത്തെ സാധനം എഴുതുന്ന സമയത്ത് ഈ വിവരം എഴുതിയാൽ മതി, അത് എഴുതിയിട്ടില്ല. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് സണ്ണിക്കറിയില്ലല്ലോ. സണ്ണി നോക്കുമ്പോണ്ടാ തൻ്റെ കാമുകി വേറൊരുത്തൻ്റെ മടിയിലിരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. അപ്പോൾ ഇവനൊരു സംശയം, ഈ പ്രജാപതി എന്ന് പറയുന്നവൻ എൻ്റെ ചഞ്ചൽ മോള് അവൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ പെട്ടിരിക്കുമ്പോൾ അവൾ മുതലെടുക്കുകയാണല്ലടാ. അങ്ങനെ ഈ ഗജരാജമുത്തായിട്ടുള്ള സണ്ണി പ്രജാപതിയെ കടത്തിക്കൊണ്ടുവരുന്നു ഗുണ്ടകളെ ഉപയോഗിച്ച്. എന്നാൽ പിന്നെ ആ ഗുണ്ടകളെ വെച്ചിട്ട് സ്വന്തം തന്തയെ കെട്ടിയിട്ടിട്ട് ഇവന് രക്ഷപ്പെട്ട് പോയാൽ പോരെ? അത് ചെയ്യൂല. എന്തായാലും പ്രജാപതിയെ വിളിച്ചുകൊണ്ട് വരുന്നു, നല്ലൊരു ഇടി കൊടുക്കുന്നു. ഇടി കൊടുത്തു കഴിയുമ്പോഴാണ് ഈ സിറ്റുവേഷൻ എന്താണെന്ന് പറയുന്ന കാര്യം സണ്ണി മനസ്സിലാക്കുന്നത്. അപ്പം അയ്യോ അങ്ങനെ പറ്റിപ്പോയല്ലേ, എന്നാൽ എന്നോട് ക്ഷമിക്കു ബ്രോ എന്ന് പറഞ്ഞിട്ട് സണ്ണി പ്രജാപതിയെ കെട്ടിപ്പിടിക്കുന്നു. പ്രജാപതി സണ്ണിയെ കെട്ടിപ്പിടിക്കുന്നു. ഈ സണ്ണിക്ക് എന്ത് പറ്റിയെന്നറിയില്ല, പുള്ളി ഒരു കാര്യമില്ലാതെ പ്രജാപതിക്ക് കുറേ ഉമ്മ കൊടുക്കുന്നുണ്ട്. സാരമില്ല ബ്രോ, ക്ഷമിക്കും ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട്. ചിലപ്പോൾ അയാളുടെ രീതി അങ്ങനെയായിരിക്കും. പക്ഷേ ഇവർ രണ്ടുപേരും അറിയാതിരുന്നൊരു കാര്യം, ഇവരെ വാച്ച് ചെയ്തുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ സദാചാര പോലീസിൻ്റെ അച്ഛൻ പോലീസില്ലേ, അവരവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. ഇവർ ഈ കാര്യങ്ങൾ മുഴുവൻ ഗജരാജിനോട് പോയി പറയും, നിങ്ങളുടെ മകൻ ഒരു ഗേ ആണെന്ന്. അപ്പോൾ ഉടനെ ഗജരാജ് നാണക്കേടായല്ലോ, ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എത്രയും പെട്ടെന്ന് ആ പ്രജാപതി എന്ന് പറയുന്നതിനെ പിടിച്ച് കാടിൻ്റെ അടുത്തുള്ള നമ്മുടെ ബംഗ്ലാവിൽ കൊണ്ടുവന്ന് കെട്ടിയിടാൻ ഗജരാജ് പറയും. സത്യത്തിൽ പുള്ളി അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ ബംഗ്ലാവിനോട് ചേർന്നിട്ടുള്ള കാടില്ലേ, അവിടെ ഒരു ചെന്നായി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രജാപതിയും നീലോഫറും ഒക്കെ കൂടി ഈ നാട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ചെന്നായെ പിടിക്കാൻ വേണ്ടി വെടിവെക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് പ്രജാപതിയെ ഗുണ്ടകൾ പിടിക്കുന്നത്. അന്നത്തെ ദിവസം മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അന്നാണ് ചഞ്ചലും സണ്ണിയും കൂടി കാനഡയ്ക്ക് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുന്നത്. സണ്ണി എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യും, ചഞ്ചലിനെ പ്രജാപതി എയർപോർട്ടിൽ കൊണ്ടാക്കും. എന്നിട്ട് തിരിച്ചു വന്ന് ചെന്നായനെ വെടിവെച്ചിടും. അത് കഴിഞ്ഞ് നീലോഫറിൻ്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ല, ഒരു പ്രശ്നമില്ല, ഹാപ്പി സന്തോഷം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ചഞ്ചലിനെയും പ്രജാപതിനെയും കൂടി ഗജരാജിൻ്റെ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോയിട്ട് കെട്ടിയിടും. ഇതിനിടയ്ക്ക് ഗജരാജ് മനസ്സിലാക്കുന്നത്, എനിക്കറിയാം നിങ്ങൾക്ക് ഈ പേര് കേട്ടിട്ട് ഭയങ്കര കൺഫ്യൂഷൻ ആണെന്നുള്ളത്, ഈ സിനിമയുടെ സ്പോയിലർ ആരും പ്രചരിപ്പിക്കരുതെന്ന് കരുതി ഇവന്മാർ മനഃപൂർവ്വം ഇട്ട പേരാണിതെന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. ഈ ഗജരാജ് മനസ്സിലാക്കുന്നൊരു കാര്യം, പ്രജാപതിയുടെ ഭാര്യയാണ് അപർണ.
അപർണയാണല്ലോ തൻ്റെ മകന് മറ്റൊരു പ്രേമമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പത്രവാർത്തയൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തൻ്റെ ആ ഒരു ഇതൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ പിടിച്ച് പറ്റാൻ വേണ്ടി അവളിറക്കിയ ഒരു നമ്പറാണെന്ന് മനസ്സിലാക്കി ഈ ജേർണലിസ്റ്റ് ഭാര്യനെയും തൊട്ടടുത്ത മരത്തിൽ കൊണ്ടുവന്ന് കെട്ടിയിടും. ഇതിൻ്റെ ഇടയിൽ പ്രജാപതിയെ രക്ഷിക്കാൻ വേണ്ടി ഓടി വരുന്ന നീലോഫറിനെയും അവരവിടെ പിടിച്ച് കെട്ടിയിടും. അവസാനം ആരാണ് പ്രജാപതിയുടെ യഥാർത്ഥ കാമുകൻ അല്ലെങ്കിൽ കാമുകി എന്ന് പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബ്ലെയിമിങ്, ഇതിൻ്റെ ഇടയിൽ കോമഡി എന്ന് തോന്നിപ്പിക്കുന്ന കുറേ ഡയലോഗുകളായിട്ട് ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ ഈ സിനിമയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കഥാപാത്രങ്ങളും ഈ ബംഗ്ലാവിലേക്ക് തന്നെ വരും. അതിന് വേണ്ടിയിട്ട് കുറേ തളബുളുബുളുബുളു സീനുകളുണ്ട്. എല്ലാവരെയും ഓരോരോ മരത്തിൽ ഇങ്ങനെ കെട്ടിയിടും. എന്നിട്ട് ഇപ്പം കൊന്നു എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് പ്രജാപതി ഒരു ബുദ്ധി കാണിക്കും. എന്താ അറിയോ, ഈ ചെന്നായെ പിടിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 100 സിനിമയിൽ ഏതാണ്ട് അങ്ങനെയൊക്കെ കാണിക്കുന്നത്, എല്ലാം കൂടി ഒരു 20 പോലീസുകാരുണ്ടാവും വിത്ത് ഗണ്ണ്. ഇവരെല്ലാവരും ഈ കാടിൻ്റെ അടുത്താണല്ലോ ഉള്ളത്. അപ്പോൾ ഒരു ഡിസ്ട്രസ് സിഗ്നൽ ആദ്യം കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ട്രസ് സിഗ്നൽ കേട്ട് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് വരണമെന്നുള്ളതാണ് റൂള്. പുള്ളി ഈ കെട്ടി ഇടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലും ഈ ഡിസ്ട്രസ് സിഗ്നൽ പുറപ്പെടുവിക്കും. ആളുകളെല്ലാം വന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഹാൻഡ്സപ്പും പരിപാടിയൊക്കെ ആയിട്ട് പോകുമ്പോൾ ആരുടെയോ കൈ തട്ടിയിട്ട് മുകളിലുണ്ടായിരുന്നൊരു കടന്നൽ കൂടെ ഇളകും. കടന്നൽ കൂടെ ഇളകിയിട്ട് എല്ലാവരും ഇത് ഓടിച്ചിട്ട് കുത്തും. അപ്പോൾ എല്ലാവരും കുത്തുകൊണ്ട് കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ചഞ്ചലിനെയും കൊണ്ട് പ്രജാപതി നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഇടയിലേക്ക് ആ ചെന്നായ ഓടിക്കയറിയിട്ടുണ്ടായിരുന്നു. ആ ചെന്നായ പ്രജാപതി ഓടിക്കാനെടുത്ത വണ്ടിയുടെ പുറകിലാണ് ഉറങ്ങിക്കിടക്കുന്നത്. ഓൾറെഡി കടന്നൽ കുത്തും കൊണ്ട് എയർപോർട്ടിലേക്ക് ഇവർ പാഞ്ഞു പോണ സമയത്താണ് തൊട്ട് പുറകിൽ ബേഡിയാ കിടന്നുറങ്ങുന്നുണ്ടെന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നത്. ഇതേ സമയം തന്നെ നീലോഫറും അപർണയും കൂടി ഒരു വണ്ടി എടുത്ത് പ്രജാപതിയെ ഫോളോ ചെയ്യുകയാണ്. ആ ഫോളോ ചെയ്യുന്ന, അതായത് ഈ ഹൈ സ്പീഡ് ചേസിൻ്റെ ഇടയിലാണ് നീലോഫറും അപർണയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് തെറ്റിദ്ധാരണകൾ സെറ്റിൽ ചെയ്യുന്നത്. പക്ഷേ ആ സമയം കൊണ്ട് പ്രജാപതിയുടെ വണ്ടിയിൽ ഒരു ചെന്നായ ഉണ്ടല്ലോ, ചെന്നായിക്ക് അങ്ങ് വയ്യ. അത് പുറകിലത്തെ സീറ്റിൽ ഇരുന്നിട്ട്, ജിപ്സിയാണ്, പുറകിലത്തെ സീറ്റിലിരുന്നിട്ട് എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീലോഫർ എന്ത് ചെയ്യുമെന്നറിയോ, ഈ സാധനത്തിനെ കുത്താൻ വേണ്ടിയിട്ട് ഇവർ മരുന്നെടുത്തിട്ടുണ്ടല്ലോ, ഈ മരുന്നുമായിട്ട് പ്രജാപതിയുടെ വണ്ടിയെ ചേസ് ചെയ്ത് പാരലലി പോയിട്ട് ഇങ്ങനെ പാരലി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നീലോഫർ ആ സിറിഞ്ച് ഇങ്ങനെ എടുത്തെറിയും. ഈ സിറിഞ്ച് ഈ പ്രജാപതി എന്ന് പറയുന്നവൻ ഒരു പിടി പിടിച്ചിട്ട് കറക്കി കൊണ്ടുവന്ന് ചെന്നായുടെ നെറ്റിക്കിട്ട് കുത്തിയിട്ട് ഒരൊറ്റ മരുന്നിറക്കം, ചെന്നായ ഡിം. അങ്ങനെ ഇവർ എയർപോർട്ടിലെത്തി. ഇത്രയും നേരം കുത്തിയ കടന്നിലില്ലേ, അത് നമ്മൾ മറ്റേ OLX വാങ്ങിച്ചാണോ അതോ മീഷോന്ന് വാങ്ങിച്ചാണോ എന്താണ് സാധനം എന്നറിയില്ല. ഇത്രയും കടന്നൽ കുത്തിയിട്ടും ഈ നായികമാരുടെ മുഖത്ത് ഒരുപാട് പോലുമില്ല, ഒരൊറ്റ പാടില്ല. ചെന്നായ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടിക്കുഞ്ഞ് പോലും കടിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്നൊക്കെ പറഞ്ഞ എക്സ്പ്രഷൻ ഇട്ട് കിടക്കുന്ന ചെന്നായ, ഏറ്റവും ആദ്യമുള്ള പുലി. ഇവർ മൃഗങ്ങളെക്കുറിച്ച് എന്താണ്, മനുഷ്യന്മാരുടെ കാര്യം പോട്ടെ, ബോളിവുഡിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് വൻ കോമഡിയാണ്. പക്ഷേ മൃഗങ്ങളെക്കുറിച്ച് ഇവർ എന്താണോ മനസ്സിലാക്കിയിരിക്കുന്നത്? കടന്നലും തേനീച്ചയൊക്കെ കുത്തിക്കഴിഞ്ഞാൽ ഇതാണോ അവസ്ഥ? അതും മേക്കപ്പ് പോലും ഇളകാതെ അങ്ങനെ ഇവർ കാനഡയിലേക്ക് ഫ്ലൈറ്റ് കയറി പോകുന്നു. അങ്ങോട്ടേക്ക് വരുന്ന മിനിസ്റ്ററെ ഒന്ന് ഭീഷണിപ്പെടുത്തിയൊരു കോംപ്രമൈസിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് പുരോഗമനം നമ്മുടെ ആയുഷ്മാൻ ഖുറാനയുടെ പ്രജാപതി ഇട്ട് കൊടുക്കുന്നു. അമ്മായിമ്മമാരൊക്കെ വരുന്നു, അവരെയൊക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്യുന്നു. അങ്ങനെ എല്ലാം ശുഭം, ചിരിക്കുന്നു, സന്തോഷിക്കുന്നു, പോകുന്നു. ഇതിൽ നിങ്ങൾ നോക്കിയേ, അപർണ എന്ന് പറയുന്ന പെൺകുട്ടി വേറൊരു പെണ്ണിനെ ഗജരാജൻ കൊല്ലും എന്നറിഞ്ഞതിന് ശേഷവും അവൾ മരിച്ചാൽ സാരമില്ല, എനിക്കൊരു നല്ല ന്യൂസ് കിട്ടണം എന്ന് ചിന്തിക്കുന്നു. ഈ ചഞ്ചൽ എന്ന് പറയുന്ന കഥാപാത്രം നോക്കി, മറ്റ് 2 പെൺകുട്ടികൾ മരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് അവൻ്റെ കൂടെ കാനഡയ്ക്ക് പോയാൽ മതി. എന്നിട്ട് തൻ്റെ കാമുകനായി കൂട്ടുകാരനായ പ്രജാപതി അഭിനയിക്കുകയാണെങ്കിൽ അവന് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് അറിഞ്ഞ്, അവൻ്റെ ഭാര്യയ്ക്കും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും അവനെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത് കൂടെ നിർത്തുന്നു. താൻ ഇങ്ങനെ സുഖമായിട്ട് ലക്ഷറി വീട്ടിലിരിക്കുന്ന സമയത്ത്, തൻ്റെ കാമുകയെ കൊല്ലാൻ അച്ഛൻ ഗുണ്ടകളെ വിട്ടിരിക്കുന്ന സമയത്ത്, അവൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തും കാണിക്കാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ടും അവൾ വേറൊരുത്തൻ്റെ മടിയിലിരുന്ന് എന്നെ ചതിച്ചു ഗൈസ് എന്ന് പറഞ്ഞ് അവളുടെ കാമുകനാണെന്ന് സംശയമുള്ളവനെ തട്ടിക്കൊണ്ട് വന്ന് അയാളെ ഇടിക്കുന്ന സണ്ണിക്കുട്ടൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. സ്വന്തം ഭർത്താവിന് അതായത് സ്വന്തം കൂട്ടുകാരിയുമായിട്ട് മറ്റൊരു റിലേഷൻ ഉണ്ടോ എന്ന് സംശയം തോന്നുമ്പോൾ അത് അയാളുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നതിന് പകരം ഇന്ന് അങ്ങനെയാണല്ലേ എന്നുള്ള ഭാവത്തിലിരിക്കുന്ന ഭാര്യ. ഇതെന്തോന്ന് കുടുംബജീവിതം? ഏത് കാലഘട്ടത്തിലെ സീരിയൽ കഥയാണിത്? പക്ഷേ ഇങ്ങനത്തെ ഡൂക്ലി പടങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കൃത്യമായ ക്ലൈമാക്സ് സിനിമയിലുണ്ടായിരുന്നു. ചഞ്ചൽ ചെന്ന് അപർണയോട് മാപ്പ് പറയുന്നു, എൻ്റെ ഗതികേട് കൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കേണ്ടി വന്നത്. മിസ്റ്റർ അഹങ്കാരിയായ മിനിസ്റ്റർ, നിങ്ങൾ പണം മുടക്കേണ്ടി വരും, നിങ്ങളുടെ മകനും മകളും കയറിപ്പോവും, നിങ്ങൾ കുറച്ച് നന്നാവേണ്ടതുണ്ട് എന്ന് ഉപദേശിക്കുന്ന നായകൻ. സിനിമയുടെ കഥയും ക്ലൈമാക്സും കേട്ടിട്ട് പട്ടി വരെ കൂവാൻ തുടങ്ങി. അതാണ് ഈ സിനിമയുടെ അവസ്ഥ. ഇതിനകത്ത് വളരെ പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ളൊരു സീൻ എന്താണെന്ന് അറിയാമോ? പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മരിച്ച ആ സമയം കൊണ്ട്. കാരണം ഈ ഭാര്യയോട്, അപർണയോട് ചഞ്ചൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ അനുവാദത്തോടെ നിങ്ങളുടെ ഭർത്താവിനെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. അപ്പോൾ ഉടനെ അപർണ അതിന് അനുവാദം കൊടുക്കുന്നു, ചഞ്ചൽ കെട്ടിപ്പിടിക്കുന്നു. ഇവനെ കൊണ്ടാണ്
ഒരു പെർമിഷൻ പോട്ടെ, ഈ ഭാര്യയോടൊക്കെ പെർമിഷൻ ചോദിക്കുന്നത് ഭാര്യയുടെ പ്രോപ്പർട്ടിയാണ് ഭർത്താവ് എന്ന് ചിന്തിച്ചിട്ടാണ്. നിങ്ങൾ ഭർത്താവിനോട് പെർമിഷൻ ചോദിക്കുകയാണെങ്കിൽ നേരെ തിരിച്ചുമാണ്. പക്ഷേ അന്നേരം പെർമിഷൻ ചോദിച്ച ഇതേ ചഞ്ചൽ അവനോട് പോലും പെർമിഷൻ ചോദിക്കാതെയാണ് അവൻ്റെ മടി കയറിയിരുന്നത്. അവനോട് കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും ആവശ്യപ്പെട്ടത്. നിങ്ങൾ കംഫർട്ടബിൾ ആണോ എന്നൊരു ചോദ്യം പോലും ഇല്ല. ഗുണ്ടകളുണ്ട് മര്യാദക്ക് ഉമ്മ വെക്ക് എന്ന് പറഞ്ഞു ഉമ്മ ഒപ്പിച്ചതാണ്. അത് ആണുങ്ങളുടെ കൺസെൻറ്റിന് ഇവിടെ വിലയില്ലേ, ആണുങ്ങളുടെ ഇമോഷൻസിന് ഇവിടെ വിലയില്ലേ. പിന്നെ പ്രജാപതി എന്ന് പറയുന്നത് ഒരു സ്വയം പൊങ്ങിയും ഓരോ പ്രശ്നത്തിൽ ചെന്ന് ചാടി രക്ഷപ്പെട്ട് വരുമ്പോൾ ഇതൊക്കെ എൻ്റെ കഴിവുണ്ട്, ഇതൊക്കെ എന്ത് എന്ന് ചിന്തിക്കുന്ന ഒരാളൊക്കെ ആയതുകൊണ്ട് അയാൾക്ക് കുഴപ്പമില്ലായിരിക്കും. പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണം നമുക്ക് തോന്നൂലേ. ആൻഡ് ക്ലാസിക് ഡയലോഗ് എന്ന് പറയുന്നത് ഇതിൽ അപർണ പ്രജാപതിയുടെ മുഖത്ത് നോക്കി, സ്വന്തം ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി പറയുന്ന ഡയലോഗാണ്, എനിക്ക് സ്വപ്നങ്ങളുണ്ട് പക്ഷെ അതൊന്നും നിന്നേക്കാൾ വലുതല്ല. അരെ വാ, ये तो बढ़िया बात है, ये तो 100 crore ക്ലബ്ബ് की है എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നുന്ന പോലെ അങ്ങനത്തെ ഒരു സാധനം. പക്ഷേ സിനിമയിൽ നമ്മൾ ഭയങ്കരമായി മിസ് ചെയ്യുന്നൊരു സാധനം ഉണ്ടായിരുന്നു. അതായത് ബോളിവുഡ് സിനിമയിൽ നായികയായിട്ട് വരുന്ന പെൺകുട്ടിയെ കൊണ്ട് ഒരു ഡാൻസ് കളിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇതിൽ സിനിമ തുടങ്ങുമ്പോൾ ആദ്യം ഒരു കല്യാണ പരിപാടിയുടെ ഡാൻസ് ഉണ്ട്. അത് കഴിയുമ്പോൾ ഈ ചഞ്ചൽ വന്നു കഴിയുമ്പോൾ ചഞ്ചലും പ്രജാപതിയും കൂടി ബനാറസിലേക്ക് പോയിരിക്കുന്ന ഒരു സീനാണ്. അതിൽ ഇവർ മറ്റേ ബാങ്ക് വാങ്ങിച്ച് കുടിക്കും. ഇത് കുടിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് ക്ലീൻ ആയിട്ടുള്ള സാധനം മതി എന്നുള്ളത്. പക്ഷേ പുള്ളി മറ്റേ മരുന്നും കലക്കിയാണ് കൊടുക്കുന്നത്. ഇത് അടിച്ചിട്ട് നമ്മുടെ പ്രജാപതിക്ക് കിക്കാവും, പ്രജാപതിക്കും അതുപോലെ ചഞ്ചലിനും കിക്കാവും. പിന്നെ ഇവർ രണ്ടുപേരും കൂടിയിട്ടേ പ്രേമഗാനടോ. അതായത് എൻ്റെ ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ ഇതേ ഭർത്താവ് കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ഇതുപോലെ ഒരു എന്ത് പണിയെടുത്തിട്ടാണെങ്കിലും സാരമില്ല എങ്ങനെയെങ്കിലും അവൻ്റെ കൂടെ ജീവിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ഈ പെണ്ണും തമ്മിൽ ലവ് സോങ്. എന്തായാലും അത് വന്ന സ്ഥിതിക്ക് സാറ അലി ഖാൻ്റെ ഒരു പാട്ടായി. അത് കഴിയുമ്പോൾ ഈ നീലോഫറിന് ഇയാളുമായിട്ട് എന്തോ ബന്ധമില്ലേ എന്ന് സംശയിച്ച് തുടങ്ങുന്ന അപർണയുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നീലോഫറിൻ്റെ രഘുൽ പ്രീതിൻ്റെ ഒരു ഗ്ലാമർ സോങ്. അപ്പോൾ സാറ അലി ഖാൻ ഒരു ഗ്ലാമർ സോങ്ങായി, രഘുൽ പ്രീതിനും ഒരു ഗ്ലാമർ സോങ്ങായി. അപ്പോൾ വാമിക ഗബ്ബ എന്ത് ചെയ്യും? പേടിക്കേണ്ട കേസ്. ലാസ്റ്റ് ആകുമ്പോഴേക്കും 3 നായികമാരുടെയും കൂടി ചേർത്തിട്ട് ഒരു കംപ്ലീറ്റ് ഗ്ലാമർ സോങ് പാക്കേജ്. ഈ ബോളിവുഡ് സിനിമ അങ്ങനെയാണല്ലോ. അതായത് അച്ഛൻ മരിച്ചു കിടക്കുന്ന ക്ലൈമാക്സ് കാണിച്ചു കഴിഞ്ഞാലും തൊട്ടടുത്ത് ടിണ്ടികൾ ഇഗ്ലിഗ്ലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് മ്യൂസിക് ഇട്ടിട്ട് പിന്നെ വന്നിട്ട് സിനിമയിലുള്ള എല്ലാവരും കൂടിയിട്ട് ഡാൻസാണ്. അങ്ങനെ പ്രേക്ഷകന് കൊടുക്കേണ്ടതെല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഗംഭീര ക്ലൈമാക്സ് നമ്മളെ കാണിച്ചുകൊണ്ട് സിനിമ സൂപ്പർ ഹിറ്റ് ആവുമെന്ന് വിചാരിച്ച് അവർ ഇറക്കി വിട്ടിരിക്കുകയാണ്. ക്ഷമയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്ന ഒരു ഗംഭീര സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കാം. ധൈര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കൂ. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.